നമ്മൾ ഒരു ചിക്കൻ സ്റ്റാർട്ടർ ഉണ്ടാക്കാം. ചിക്കൻ 65. ഒരു വിധപ്പെട്ട നമുക്ക് എല്ലാവർക്കും ചിക്കൻ 65 ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? എല്ലാവരും ഒരു ഫേവറേറ്റ് സ്റ്റാർട്ടർ ആയിരിക്കുമല്ലോ. ഇത് നമുക്ക് ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ 65 എന്ന് എങ്ങനെയാ പേര് വന്നത് നിങ്ങൾ പറയട്ടോ. 65 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച ചിക്കനാണെന്ന് പറയണ്ട. ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറഞ്ഞുതരാം. അതുവരെ നിങ്ങളൊന്ന് ആലോചിക്കുക. അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. I am Akshya and welcome to Aksha's Cameo. ആദ്യം വേണ്ടത് മുളക് പൊടി. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. എരിവിന് ആവശ്യമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ റവ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട, 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. വറക്കുന്നതിനിടയ്ക്ക് ചതച്ച് ചേർക്കാനായിട്ടാണ് കേട്ടോ ഇത്. വെളുത്തുള്ളിയും പച്ചമുളകും, അതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയും. ഏറ്റവും അവസാനം വറുത്തെല്ലാം കഴിഞ്ഞിട്ട് ലെമണും സ്ക്വീസ് ചെയ്ത് അണിയൻ റിങ്സ് ആയിട്ട് കഴിക്കാം. ചിക്കൻ നമ്മൾ ബോൺലെസ് ക്യൂബ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിത്ത് ബോൺ ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി എല്ലാം ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാവേ. ഇതിലൊക്കെ വേറെ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ തൈരും മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ആദ്യം കുറച്ചിങ്ങനെ കട്ടിയായിട്ട് തോന്നിയാലും അത് മിക്സ് ചെയ്ത് വരും തോറും കുറച്ചൊരു നനവ് പോലൊക്കെ വന്നോളൂ. ഇതിപ്പോ നന്നായിട്ടായിട്ടുണ്ട്. ഇതിന് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണേ, എന്നാലേ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓവനായിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടേ ഇല്ല. പക്ഷെ നോക്കി, അത്യാവശ്യം നല്ല രീതിയിൽ നനവൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊരു 1 hour വെച്ച ശേഷം നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ചതച്ചെടുക്കാനായിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ 5 6 ഒക്കെ എടുക്കുന്നത്. തീരെ ചെറുതാണ് ഒരു 10 എടുത്തോ. പിന്നെ ഒരു 2 പച്ചമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാവേ. ഈ ഒരു പരുവൊക്കെ ആയാൽ മതി കേട്ടോ. പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ഒന്ന് ക്രഷ്ഡ് ആയിട്ടിരുന്നാൽ മതിയേ. എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇടാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇല്ലായിരുന്നോ, പച്ചമുളകും വെളുത്തുള്ളിയും, ഇതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് ജസ്റ്റ് ഒരു 30-40 സെക്കൻഡ് മതി, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ സൂപ്പർ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നില്ലേ ഇതിന്റെ കഥ അറിയാമോ എന്ന്? എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പൊ ഇതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഇത് 1965 ഇൻവെന്റ് ചെയ്തൊരു ഡിഷാണ്. തമിഴ്നാട്ടിലുള്ള ബുഹാരി ഹോട്ടലില് AM ബുഹാരി എന്നായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളി ഇൻവെന്റ് ചെയ്ത ഡിഷാണ് 1965. അതുകൊണ്ടാണ് ഇതിന് ചിക്കൻ 65 എന്ന് പേര് വന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കേണ്ടതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.